ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പെൺപിള്ളേർക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഞാനും ആ ഒരു കൂട്ടത്തിലാണ്. അപ്പം കണ്ണെഴുതൽ മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മോക്ഡ് ഐ. അപ്പം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അത്രയും ഈസിയസ്റ്റ് വേ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു സ്മോക്ഡ് ഐ നമുക്ക് നമ്മളെ കണ്ണിൽ ചെയ്യാമെന്ന വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പം ഈ സ്മോക്ഡ് ഐൻ്റെ കാര്യം ഞാനിവിടെ നമ്മളൊരു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും കാവ്യയും കൂടി. അപ്പം അതിൽ ഞാൻ മേക്കപ്പിൻ്റെ വീഡിയോയിൽ സ്മോക്ഡ് ഐനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ബ്രീഫായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ജസ്റ്റ് ഒരു മെൻഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്മോക്ഡ് ഐൻ്റെ ഒരു ട്യൂട്ടോറിയൽ ലൈക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുള്ളായിട്ട്, അത്ര സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ആ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കൺമഷി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺമഷി. നമ്മൾ ശില്പയുടെ കൺമഷിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പൊതുവേ ഞാൻ ഈ കൺമഷിയാണ് എല്ലായിടത്തും യൂസ് ചെയ്യല്ലേ. അപ്പം ഈ കൺമഷി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കണ്ണിൽ സ്മോക്ഡ് ഐ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കൺമഷി എടുത്തിട്ട് അതിന് മുന്നേ ഞാൻ ഈ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ കയ്യിലുള്ള കൺമഷി ഇപ്പം ലൈക്ക് ഇപ്പോൾ സ്റ്റിക്കിനെ പോലത്തെ കൺമഷിയാണ്. ഇപ്പോൾ ഹിമാലയൻ്റെ സ്റ്റിക്കിലല്ലേ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലത്തെ കൺമഷി ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ മീൻസ് സാധാരണ നമ്മൾ എങ്ങനെയാണോ കണ്ണെഴുതുന്നത് അതുപോലെ എഴുതാം. ഞാൻ ഈ കൺമഷി ആയതുകൊണ്ട് ഞാൻ ഈ ബ്രഷ് എടുക്കുന്നത്. അപ്പം ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണെഴുതാൻ പോകുന്നത്. കണ്ണെഴുതലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കണ്ണെഴുതൽ പോലെ തന്നെ ഞാൻ കണ്ണെഴുതാൻ പോകുന്നത്. അപ്പം ഇവിടെ മിററൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ക്യാമറ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൺ ക്യാമറ ഞാൻ എൻ്റെ സൈഡിൽ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതുന്നു. ഓക്കെ, ഞാൻ ഇപ്പം എൻ്റെ ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ താഴെയും ഞാൻ പൊതുവെ മേലെയും ഇടലുണ്ട്. അപ്പോൾ ഈ കൺമഷി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേലെയും കൂടി മേലത്തെ ഇതിലും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ഈ ബ്രഷ് ഉണ്ടല്ലോ, എനിക്കൊരു ഒരു കൈയിൻ്റെ സഹായം ശരിക്കും വേണം, എന്നാലേ എനിക്ക് ശരിക്കും ഇടാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പുറത്തെ കയ്യിൽ ഞാൻ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. അപ്പം ഞാനിപ്പോൾ ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബ്രഷില്ലേ, ഈ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്സ് യൂസ് ചെയ്യാം. ഞാൻ രണ്ടും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഷ് നമ്മൾ മേലെ ഡാർക്കൺ ചെയ്തൊരു സ്ഥലമുണ്ട്, കാണുന്നില്ലേ? ഇതിൻ്റെ അപ്പർ പാർട്ടിൽ ഞാനിവിടെ ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, നല്ല പോലെ തന്നെ ഒന്ന് ഞാൻ എന്താ പറയുക സ്മഡ്ജ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് ലൈറ്റായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഒരു ബഡ്സ് എടുത്തിട്ടിട്ട്, അപ്പോൾ ഞാൻ മേലെ ഈ ഡാർക്കായിട്ട് ഞാൻ കൺമഷീനെ കൊണ്ട് വരച്ചിട്ടുണ്ട് മേലത്തെ പാർട്ടിൽ. അപ്പം ഈ ബഡ്സ് വെച്ചിട്ട് ഞാൻ അതൊന്ന് ലൈറ്റൻ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ബഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്താൽ മതി. പൊതുവേ എല്ലാവരും ഐ ഷാഡോസാണ് യൂസ് ചെയ്യല്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് യൂസ് ചെയ്യല്. ബട്ട് ഞാൻ കൺമഷിയാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പൊതുവേ കണ്ണിൻ്റെ ആടിയത് ഞാൻ അങ്ങനെ കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാറില്ല. ഞാൻ കൺമഷിനെയാണ് പൊതുവേ യൂസ് ചെയ്യല്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ്സ് വേണമെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തോ. ബട്ട് കൺമഷിയാണ് ഞാൻ പ്രിഫർ ചെയ്യല്. അപ്പം ഈ ബഡ്സ് വെച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് ലൈറ്റൻ ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അഥവാ നമ്മളെ ഈ ഔട്ടർ മീൻസ് നമ്മളെ പാർട്ടിയിട്ട് നമ്മളെ പുറത്തേക്കെല്ലാം ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈനെ കൊണ്ട് മായ്ച്ചു കൊടുത്താൽ മതി. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, മേലെ നമ്മൾ ഈ കൈനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. ബഡ്സ് വേണം ബ്രഷ് വേണമെന്ന് ഒരു ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ കൈയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അത് മതി. ഇപ്പം എനിക്കിപ്പം ബഡ്സ് ആണെങ്കിലും ബ്രഷ് ആണെങ്കിലും എനിക്കത് ഓക്കെയാണ്, കൈനെ കൊണ്ടും ഓക്കെയാണ്. ബട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എൻ്റെ കൈ കുറച്ച് വൃത്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ണ് തുറക്കുമ്പം ഫുള്ളായിട്ട് നമ്മൾ കണ്ണിൻ്റെ മേലത്തെ പാർട്ട് മൊത്തം ബ്ലാക്ക് ആയിട്ട് വേണം. അതാണ് ശരിക്കും പറഞ്ഞാൽ രസം.
അതൊരു വേറെ തന്നെ രസമാണ്. അപ്പോൾ സ്മോക്ഡ് ഐയിൽ ശരിക്കും മെയിനായിട്ട് കാണിക്കുന്നത് നമ്മൾ കണ്ണാണല്ലോ. നമ്മൾ എന്തായാലും നമ്മളെ കണ്ണിനായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളൊരാളെ കണ്ടാലും നമുക്ക് കണ്ണിലായിരിക്കും പെട്ടെന്ന് അട്രാക്ഷൻ പോവുക. അപ്പോൾ ഈ സ്മോക്ഡ് ഐ എനിക്ക് തോന്നുന്നത് ഈ സ്മോക്ഡ് ഐ ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിലേക്കായിരിക്കും എന്തായാലും പെട്ടെന്ന് അട്രാക്ഷൻ പോവുക. അത്രയും എടുത്ത് കാണിക്കുകയും ചെയ്യും നമ്മളെ കണ്ണ്. കണ്ണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ലൈറ്റായിട്ട് ഞാൻ ചെയ്തതാണ്. ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ കണ്ണിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ശരിക്കും കൺമഷി അപ്ലൈ ചെയ്യുക. അപ്പം ഇതേ പ്രൊസീജിയർ തന്നെ ഞാൻ ഇപ്പോഴത്തും കൂടി അപ്ലൈ ചെയ്യുന്നത്, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കണ്ണിലും കൂടി നമ്മൾ കൺമഷി അപ്ലൈ ചെയ്തിട്ടുണ്ട്. താഴെയും വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ മേലെയും വരച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ഞാൻ ലൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൺമഷി ഇടുമ്പം ഈ ബാക്കിലേക്ക് ഒരു വാലിയുണ്ട്. ആ വാലിടുമ്പം പൊതുവെ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇത് നമുക്കൊന്ന് നേരത്തെ ഞാൻ ചെയ്ത പോലെ നമുക്കൊന്നത് ലൈറ്റാക്കാം. ശരിക്കും പറഞ്ഞാൽ മറ്റേ മിറർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഫോണിൽ എനിക്ക് മര്യാദയ്ക്കൊരു കൈ നമ്മൾ ഫോൺ കൊടുക്കണം, യൂസ് ചെയ്യണം, മറ്റേ കയ്യിൽ ഇതിൻ്റെ കാര്യം ചെയ്യണം. അപ്പോൾ മറ്റേ കൈ ഇല്ലാത്തതുകൊണ്ട് ഒരു മിറർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അത്രയും സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ലുക്ക് കണ്ടോ. ഞാനിപ്പോൾ രണ്ട് കൈയിലും ലൈറ്റായിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ താഴെ കൺമഷി ജസ്റ്റ് ഒന്ന് കൺമഷി അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇവിടെയെല്ലാം നിങ്ങൾക്ക് വേറെ തന്നെ ഷെയ്ഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാം. ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ഡീപ്പായിട്ട് കാണിച്ചു തരാം. ഈ ബ്രഷ് എടുത്തിട്ട് ഓൾറെഡി ഞാൻ കൺമഷി അപ്ലൈ ചെയ്തിട്ടുണ്ടായിന്, ഇത് കുറച്ച് ഡാർക്ക് ആക്കാം. ഇതാണ് ഞാൻ നല്ലപോലെ തന്നെ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. നേരെ ഞാൻ ലൈറ്റായിട്ട് കാണിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൺമഷി ഇട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് ഡാർക്കായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും എൻ്റെ കണ്ണ് കാണുന്നില്ല, ഇതാ ഇങ്ങനെയാണ്. ഇപ്പോൾ സ്മോക്ഡ് ഐ എന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങൾക്ക് നല്ലപോലെ തന്നെ വാല് വരയ്ക്കണമെങ്കിൽ വാല് വരയ്ക്കുകയും ചെയ്യാം. എനിക്ക് ഇത്ര ഓക്കെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. ഒരു ഈസിയസ്റ്റ് വേ ആണ്. നമ്മൾ ഈ പാർട്ടിക്കെല്ലാം പോകുമ്പോൾ ബർത്ത്ഡേ ഫങ്ഷൻസ്, എന്ത് ഫങ്ഷൻസ് ആണെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പം നമ്മളെ ഡ്രസ്സ്, ഇപ്പോൾ പാർട്ടി വെയർ എന്ത് ഡ്രസ്സിനാണെങ്കിലും നമ്മൾ ഇതുപോലെ കണ്ണെഴുതിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും, നമ്മുടെ കണ്ണ് എടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള സ്മോക്ഡ് ഐ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം പൊതുവേ നമ്മൾ പെമ്പിളറെ പൊതുവേ നമ്മളെ കണ്ണിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺമഷി ഇടാൻ എന്തായാലും മെജോറിറ്റി പെൺപിള്ളേർക്ക് ഇത് ഇഷ്ടമായിരിക്കും തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പൊതുവെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിൾസിൽ ഞാൻ അങ്ങനെ കൺമഷി ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഞാൻ കാണലില്ല, സത്യം പറഞ്ഞാലില്ല, കുറവാണ്. അപ്പം മെജോറിറ്റി അങ്ങനെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിവ്യൂ അതെന്തായാലും പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വേറൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനു മുന്നേ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ കൂടി അമർത്താൻ മറക്കരുത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും നല്ല കട്ട സപ്പോർട്ട് നിങ്ങളെ വീണ്ടും തരുക. അപ്പം ബൈ.